അബൂജഹൽ മക്ക വിട്ടു പോരും മുമ്പേ തയ്യാറെടുപ്പിലാണ്. എന്താ തയ്യാറെടുപ്പ്? കഅബയുടെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യുകയാണ്. സത്യം വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മുസ്ലിമല്ല, മുശ്രിക്കാണ്, ഉപദൈവവിശ്വാസിയാണ്, അള്ളാഹുൽ വിശ്വസിക്കുക. പക്ഷെ കഅബയോട് വലിയ ബഹുമാനവും ആദരവായിരുന്നു. അവിടെ പോയി ദ്വാരുന്നു, സത്യം വിജയിപ്പിക്കണേ. ആ ദ്വാ കണ്ടാ വരുന്നത്. ബഹുമാനികളുടെ ചരിത്രം വ്യക്തമാണ്. വലിയ ആവേശവും പ്രതീക്ഷയും മനസ്സമാധാനവുമാണ് ബദറോർക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ഈന്തപ്പനോല കൊണ്ട് പക്ഷുകൂടാരം സഹാബത്തുണ്ടാക്കി കൊടുക്കുകയാണ്. മുത്തുനബി തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ സംഘത്തെ സഹായിക്കണേ. ഈ സംഘമെങ്ങാനും പരാജയപ്പെട്ടാൽ ഇല്ലം തുഅബദു ഫിൽ അർള്, പ്രവാചകന്റെ പ്രയോഗമാണ്, ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരും ബാക്കി ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഇബ്ലീസ് വരികയാണ്. ഇബ്ലീസ് യമനി പണ്ഡിതന്റെ വേഷം ധരിച്ച് വരികയാണ്. വന്നിട്ട് അബൂജഹലിനെ പോയി കണ്ടു. അന ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അബൂജഹലെ, നിങ്ങൾ 1000 ആളുകളുണ്ടല്ലോ, ആയുധങ്ങളുണ്ടല്ലോ, അപ്പുറത്ത് 313 പേര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസും വേഷം മാറി ബദറിൽ പങ്കെടുക്കാൻ വരികയാണ്. ഹൈബയിൽ ഇരുന്ന് ചെയ്തപ്പോ അള്ളാഹുവിന്റെ 2 സഹായങ്ങൾ രാത്രി മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്ന്, ശത്രുക്കൾ നേരത്തെ വന്നു തമ്പടിച്ച സ്ഥലത്ത് അതിഭയങ്കരമായ മഴ പെയ്യുകയാണ്, ശക്തമായ മഴ പെയ്യുകയാണ്. ആ ശക്തമായ മഴയില് ശത്രുക്കൾ നേരത്തെ വന്ന് കൈവശപ്പെടുത്തിയ വെള്ളത്തടാകം ഹൗള് പൊട്ടിത്തകർന്നുകൊണ്ട് സഹാബത്തിന്റെ മുത്തുനിബിതങ്ങളുടെ ഹൈമയുടെ ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണ്. അതിലുപരി ശക്തമായ മഴ പെയ്തുകൊണ്ട് ശത്രുക്കൾക്ക് നിൽക്കുന്ന സ്ഥലം ആകെ ചളിക്കുളമായി ബാലൻസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. എന്നാൽ തൊട്ടിപ്പുറത്ത് മുഅ്മിനീങ്ങളുടെ ബദരീങ്ങളുടെ ടെന്റിനടുത്ത് ഒരു സ്പ്രേ ചാറ്റൽ മഴ മാത്രമാണ് പെയ്തത്. ഭൂമിയൊക്കെ ഒന്ന് ശാന്തമായി, തൊടിയൊക്കെ അടങ്ങി, സമാധാനമായ മഴ. തൊട്ടപ്പുറത്തോ അതിശക്തമായ മഴയും. ആ മഴയില് ശത്രുക്കളുടെ വെള്ളത്തടാകം പൊട്ടിത്തകർന്ന മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് എത്തുകയും സഹാബത്ത് തടാകമാക്കി മാറ്റുകയും ചെയ്തു. രണ്ടാമത്തെ സഹായം വരികയാണ്. ബദറിലെ ജബലുൽ മലായിക എന്ന ചുവന്ന മലയിലെ അള്ളാഹുവിന്റെ മാലാകമാർ വന്നിറങ്ങുകയാണ്. ബദരീങ്ങളായി മലക്കുകൾ വരികയാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നീ 3 മലക്കുകളുടെ ലീഡർഷിപ്പില് അല്ലാഹു 3000 മലക്കുകളെ ബദറിലേക്ക് പറഞ്ഞയക്കുകയാണ്. ജബലുൽ മലായികയിൽ വന്നിറങ്ങുകയാണ്. അല്ലാഹു നമ്മോട് പറയുന്ന ഖുർആനിലൂടെ ആ 3000 മലക്കുകൾ 5000 പേർക്ക് തുല്യമാണെന്ന് പറയുകയാണ്. നേരം പിറന്നപ്പോ ശത്രുക്കൾ കാണുന്ന കാഴ്ച, അവർ നേരത്തെ വന്ന് കൈവശപ്പെടുത്തിയ വെള്ളത്തടാകം ഹൗള് അതാ പൊട്ടിത്തകർന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് ഒഴുകിപ്പോയി. അവർ അത് കെട്ടി നിർത്തിയിരിക്കുന്നു. അപ്പോഴേക്കും യുദ്ധത്തിന്റെ ഒരുക്കം ആരംഭിക്കുകയാണ്. മുസ്ലിങ്ങളുടെ സഹാബത്തിന്റെ മുത്തുനിബിതങ്ങളുടെ ഹൗള് ടാങ്ക് പൊട്ടിക്കാൻ വേണ്ടി ശത്രു മുന്നോട്ട് വരികയാണ്. അസ്വദ് മുന്നോട്ട് വരികയാണ്. അഹങ്കാരത്തോടെ വരികയാണ്. ആൾബലം കണ്ടുവരികയാണ്. മുസ്ലിങ്ങളെ, നിങ്ങളുടെ ഹൗള് ഞാൻ പൊട്ടിച്ച് വെള്ളം കുടിക്കുന്നത് മുന്നോട്ട് വരികയാണ്. എങ്കിൽ ഞങ്ങളുടെ ഹൗള് പൊട്ടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാണ എന്ന് പറഞ്ഞുകൊണ്ട് അബു ഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദുൽ ഇലാഹി വസയ്യിദുശ് ശുഹദാഇ, ശുഹദാക്കളുടെ നേതാവ് എന്ന പേരുള്ള അല്ലാഹുവിന്റെ സിംഹം എന്ന പേരുള്ള മുത്തുനിബിതങ്ങളുടെ അലാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളുടെ വെള്ളത്തടാകം പൊട്ടിക്കാൻ വന്ന അസ്വദിനെ കൊലപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും റമളാൻ 17 വെള്ളിയാഴ്ചയാണ്. റമളാൻ 12-നാണ് നിബിതങ്ങളും സഹാബത്തും മദീന വിടുന്നത്. റമളാൻ 17-നാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്, ബദർ യുദ്ധം നടക്കുന്നത്. യുദ്ധം ആരംഭിച്ചു. ആദ്യം ഓരോരുത്തരായിരുന്നു. പിന്നീട് ശക്തമായ യുദ്ധമായി ബദർ മാറുകയായിരുന്നു. മുസ്ലിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. ശത്രുക്കൾ പരാജയപ്പെടുകയാണ്. മലക്കുകളുടെ സഹായത്താൽ ബദരീങ്ങൾ വിജയിച്ച് മുന്നേറുകയാണ്. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, ഉമയ്യത്ത് ഉൾപ്പെടെയെല്ലാം ശത്രു പ്രമുഖരെല്ലാം കൊല്ലപ്പെടുകയാണ്. ശത്രുക്കൾക്ക് പരിഭ്രമം ഉണ്ടാവുകയാണ്. പരാജയം വരികയാണ്. അള്ളാഹുവിന്റെ മാലാകമാർ ബദരീങ്ങളായി യുദ്ധം ചെയ്യുകയാണ്.
സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഇബ്ലീസ് ചൂട് മാറ്റുകയാണ്, അവൻ അപകടം മണക്കുകയാണ്. അവൻ പറയുകയാണ്, ഇന്നി അറാമാല തറൗന, ഖുറൈശികളെ, നിങ്ങൾ കാണാത്ത പലരെയും ഞാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അഥവാ മലക്കുകളെ കണ്ടപ്പോ ഇബ്ലീസിന് പന്തികൾ മനസ്സിലായി. അവൻ പതുക്കെ സ്ഥലം വിട്ടു. അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, ബദറിൽ ഇബ്ലീസ് കുടുങ്ങിയ പോലെ. കേട്ടില്ലേ? എന്തുകൊണ്ടറിയോ? ആദ്യം ഇബ്ലീസ് വന്നുകൊണ്ട് ഖുറൈശികളെ പിന്തുണച്ചു, സപ്പോർട്ട് ചെയ്തു. മലക്കുകളെ കണ്ടപ്പോൾ ഓടലാ ഓട്ടം പരിസലാമത്താക്കി. ശരിക്കും പറഞ്ഞപ്പോ ബഹുമാനികളെ, ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് 1000 വരുന്ന ശത്രു സൈന്യം പരാജയപ്പെട്ട് ഓടേണ്ടി വന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. കേവലം 18 വയസ്സുള്ള മുഅവ്വദ് റളിയല്ലാഹു അൻഹു, 19കാരനായ മുആദ് റളിയല്ലാഹു അൻഹു, ഈ 2 യുവാക്കളാണ്, ചെറുപ്പക്കാരായ കുട്ടികളാണ്. അഹങ്കാരിയായ ഭീമാകാരനായ അബൂജഹലിനെ വെട്ടിവീഴ്ത്തുന്നത്. പെട്ടെന്ന് യുദ്ധം കഴിഞ്ഞു, കുറേ സമയത്ത് കഴിഞ്ഞു. ശത്രുക്കൾക്ക് വലിയ പരാജയം ഉണ്ടാവുകയാണ്. 70 പേരാണ് ശത്രുക്കൾക്ക് കൊല്ലപ്പെട്ടത്. അതിൽ പ്രമുഖരൊക്കെയുണ്ട്. മുഅ്മിനീങ്ങൾക്ക്, സഹാബത്തിന്റെ ബദരീങ്ങൾക്ക് 13 ശുഹദാക്കളാണ് യുദ്ധക്കളത്തിൽ ഷഹീദായത്. പരിക്ക് പറ്റി യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ഉബൈദ ഷഹീദായി. 14 പേര് ബഹുമാനികളെ. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ആൾബലവുമായി, ആയുധവുമായി വന്ന ശത്രു സൈന്യം അമ്പേ പരാജയപ്പെട്ട് തോറ്റുകൊടുക്കുകയായിരുന്നു. ശത്രുക്കളിൽ 70 പേര് കൊല്ലപ്പെടുകയും 70 പേരെ തടവുകാരായി അറസ്റ്റ് ചെയ്ത് മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അല്ലാഹു നമ്മോട് പറയുകയാണ്, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു നൽകുന്ന വലിയ ഓഫറാണ്. ഷഹീദായവർക്കും സ്വർഗമാണ്, അല്ലാത്തവർക്കും സ്വർഗമാണ്. അല്ലാഹു പറയുകയാണ്, ബദരീങ്ങൾക്ക് അല്ലാഹു ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അവർക്ക് അല്ലാഹു എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു അല്ലാഹു നബിയോട് പറയുകയാണ്. വലിയ സ്ഥാനമാണ്, വലിയ ബഹുമതിയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അല്ലാഹു നമ്മോട് പറയുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാക്കളൊക്കെ അവർ മരിച്ചു എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരൊക്കെ അല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്ക് അല്ലാഹു ഭക്ഷണം നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ മരിച്ചു പോയിട്ടുള്ളവരൊക്കെ, ശുഹദാക്കളൊക്കെ അല്ലാഹുവിൽ പാരിപ്പറന്ന് ജീവിച്ചിരിക്കുന്നവരാണ് ബഹുമാനികളെ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തളഞ്ഞിട്ട് നിൽക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നടന്ന ബദറിലേക്ക് നാം പോവുകയാണ്. ബദരീങ്ങൾക്ക് സലാം പറയാൻ പോവുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആവലാദികൾ, വേവലാദികൾ, പ്രതീക്ഷകൾ എല്ലാം അവരത്തെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ചോദിക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ബദരീങ്ങളുടെ കാവൽ നൽകട്ടെ, സഹായം നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് പരിഹാരം നൽകാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അവസാനം വിശ്രമിക്കാം. അടുത്ത മുമ്പ് നമ്മൾ